ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു ഓവറോൾ എങ്ങനെയാണ് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് നോക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ടോപ്പോളജീസിനെ കുറിച്ചാണ്. പിന്നെ അടുത്തത് ടോപ്പോളജീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ആ സൈഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിനെ കുറിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാനെറ്റ്. ഇങ്ങനെ ഈ ഒരു ഡിഫറൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ 1 വേർഡിലായിരിക്കും, 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും. ഈ 2 സെക്ഷനിലും 2 അല്ലെങ്കിൽ 4 മാർക്കിനാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറ്. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എസ്സേ ആയിട്ടും ചോദിച്ചു എന്ന് വരാം. ഓക്കെ. അതുപോലെ നെറ്റ്വർക്കിംഗ് മോഡലിനകത്ത് അതേപോലെ എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇല്ലെങ്കിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കാം. ഇത് പഠിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചോളണം. ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ ടു ഫിസിക്കൽ ലെയർ പഠിക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ ടു ആപ്ലിക്കേഷൻ ലെയർ പഠിക്കുക. അത് നിങ്ങൾ എന്ത് ഷോർട്ട് കട്ടാക്കിയിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഓർഡറിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചോളുക. OSI മോഡൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സൈഡിൽ നിന്ന് 1 വേർഡ് ഉണ്ടാവും. 1 മാർക്കിന് ഉണ്ടാവാം, 2 മാർക്കിന്, 4 മാർക്കിന്, ലാസ്റ്റ് എസ്സേ. എല്ലാത്തിലും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് OSI മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതുമ്പോൾ വിശദമായിട്ട് അതിൻ്റെ ആ ഒരു OSI മോഡലിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. ആ ഡയഗ്രാം ഒക്കെ വരച്ച് നല്ല നീറ്റായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്തത് അതേമാതിരി നമ്മൾ പിന്നെ പഠിച്ചത് ഈ സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ്, അതൊക്കെയാണ് പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ. ഫിസിക്കൽ ലെയറിൻ്റെ ഈ സെക്ഷൻസ് 1 വേർഡാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ 2 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ ഫിസിക്കൽ ലെയറിൻ്റെ. പക്ഷേ സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് സ്വിച്ചിങ് ഡയഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ആ ഡയഗ്രാംസ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിക്കണം. അതിനകത്ത് വരുന്ന കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചിങ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ് ചോദിക്കാം. അപ്പോൾ ആ സെക്ഷൻ നന്നായി പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്താൽ നിങ്ങൾക്കൊരു 2 മാർക്ക്, 4 മാർക്ക് അല്ലെങ്കിൽ എസ്സേ, ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ, അതായത് ഒരു 2, 4, 2+1+2+4+ എസ്സേക്ക് എത്ര മാർക്കിനാണ് നിങ്ങൾക്ക് എസ്സേ വരാറ്? 5 ആണോ 8 ആണോ? 8 ആണെങ്കിൽ 8. അപ്പോൾ ഏകദേശം എത്ര മാർക്ക് നിങ്ങൾ കവർ ചെയ്തെന്ന് ആലോചിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളുക. ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് എങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. അതുപോലെ സെക്കൻഡ് യൂണിറ്റിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെക്ഷനാണ് ഡാറ്റ ലിങ്ക് കൺട്രോളിൽ ലൈൻ ഡിസിപ്ലിൻ എന്നുള്ള സെക്ഷൻ, പിന്നെ ഫ്ലോ കൺട്രോൾ എന്നുള്ള സെക്ഷൻ, പിന്നെ എറർ കൺട്രോൾ. 2 ടൈപ്പിലാണ് വരിക, ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പോള്, സെലക്ട്, ലൈൻ ഡിസിപ്ലിനിൽ 2 ടൈപ്സ് ചോദിക്കാറുണ്ട്. പോളും സെലക്റ്റും 1 വേർഡ് എപ്പോഴും ചോദിക്കാറുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ പോലെ. അതേപോലെ തന്നെ ഫ്ലോ കൺട്രോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എറർ കൺട്രോളും രണ്ടും എസ് സെക്ഷനിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ 2 കൺട്രോൾസ്, ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എറർ ഡിറ്റക്ഷൻ മെത്തേഡിൽ LRC, VRC. ഇത് ഞാനൊരു പ്രോബ്ലമൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സൈക്ലിക് റിഡൻഡൻസി ചെക്കിൻ്റെ. LRC, VRC എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെക്സാം എപ്പോഴും 1 വേർഡ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. പിന്നെ അലോഹ എന്താണെന്ന് നോക്കി വയ്ക്കുക. എന്താണ് വാട്ട് ഈസ് എൻ അലോഹ എന്നുള്ളൊരു ഡെഫിനിഷൻ എന്തായാലും നോക്കി വയ്ക്കുക. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ കണ്ടതാണ് CSMA, CD, CSMA, CA. ഈ 2 സെക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ കണ്ടിരുന്നു.
അതേപോലെ പിന്നെ ഇതിനകത്ത് നിന്ന് വൺ വേർഡ് ചോദിക്കാം. IEEE സ്റ്റാൻഡേർഡ്സിൻ്റെ ഓരോന്നിൻ്റെ IEEEയുടെ ഫുൾ ഫോം ചോദിക്കാം. IEEE ഇത് ഓരോന്നിനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഈതർനെറ്റ്, ഒന്ന് വയർലെസ് ലാൻ, ഒന്ന് ബ്ലൂടൂത്ത്, ഒന്ന് വൈമാക്സ്, അങ്ങനെ ഓരോന്നിനാണ് IEEEയുടെ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈമാക്സിന് ഏത് സ്റ്റാൻഡേർഡാണ്, IEEEയുടെ ഏത് സ്റ്റാൻഡേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ വൺ വേർഡ് സൈഡോ അല്ലെങ്കിൽ 2 മാർക്ക് സൈഡോ നിങ്ങൾക്കിത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന്. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് തീർച്ചയായിട്ടും വരാവുന്ന ഒരു essay ആണ് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും. essay വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയാണ് VRC, LRC, CRC എന്നുള്ള സെക്ഷൻ. ചെക്സം 1 മാർക്കിന്, അലോഹ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. CSMA/CDയും CSMA/CAയും ഒരിക്കൽ essay ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒരിക്കൽ 2 മാർക്കിനും 4 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കിക്കോളുക. പിന്നെ ഈ IEEE സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അത് ഓരോന്നും എന്തിൻ്റെ സ്റ്റാൻഡേർഡാണെന്ന് ചിലപ്പോൾ 1 വേർഡിൽ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ബ്ലൂടൂത്ത്, വൈമാക്സ്, വയർലെസ് ലാൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, എങ്കിലും ചിലപ്പോൾ 1 വേർഡോ മറ്റോ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എന്താണെന്നെങ്കിലും എഴുതാനുള്ള പാകത്തിന് നോക്കി പോവാം. പിന്നെ സീലിംഗ് എന്നുള്ള മെത്തേഡാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ഓപ്ഷൻസ് സ്കിപ്പ് ചെയ്യേണ്ട. ഓപ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 10 ക്വസ്റ്റ്യനിൽ 8 എണ്ണം എഴുതേണ്ട വെച്ചെങ്കിൽ നിങ്ങൾ 10 എണ്ണവും അറ്റൻഡ് ചെയ്യുക. 2 എണ്ണം എനിക്ക് കാര്യമായിട്ട് അറിയില്ല എങ്കിലും ആ 2 എണ്ണം വെറുതെ എങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ സീലിങ്ങിൻ്റെ മെത്തേഡ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാറിൻ്റെ വീഡിയോ, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്തത് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റിപ്പീറ്റേഴ്സ്, ബ്രിഡ്ജസ്, റൂട്ടേഴ്സ്, ഗേറ്റ്വേസ്, ഇൻ്റർനെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് വരുന്നത്. അതിൽ ഇത് ചിലപ്പോൾ ഈ 4 എണ്ണം തന്നിട്ട് അതിനെ essay ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും. ചിലപ്പോൾ essay അല്ല, ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ചിലപ്പോൾ 1 വേർഡായിട്ട് 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അതേപോലെ ഈ അഡ്രസ്സിങ് പാർട്ടും IPv4, IPv6 ലോജിക്കൽ അഡ്രസ്സിങ് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ARP ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ, അഡ്രസ് മാപ്പിംഗ് ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഡെലിവറി ഫോർവേഡ് റൂട്ടിംഗ് ബാക്ക്വേഡ്, ഈ ഡെലിവറി ഫോർവേഡിങ് ആൻഡ് ഫോർവേഡിങ് ടെക്നിക്സ്, റൂട്ടിംഗ് അൽഗോരിതം. റൂട്ടിംഗ് അൽഗോരിതം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, essay ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ, ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഈ സൈഡിൽ നിന്ന് essay വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 3ാമത്തെ യൂണിറ്റ് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നെറ്റ്വർക്ക് ലെയറിനകത്ത് ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ലെയർ സർവീസസിൽ ഡിവൈസസ് എന്തൊക്കെയാണ്, ഡിവൈസസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് IPv4, എന്താണ് IPv6, അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അത് എത്ര ബിറ്റ് ഡാറ്റയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഫോർവേഡിങ്ങും റൂട്ടിങ്ങും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതേപോലെ റൂട്ടിംഗ് അൽഗോരിതംസിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചോളൂ, തറവായിട്ട് പഠിക്കുക. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും ഇത് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. ഇതിന്ന് വരുന്ന 2 എണ്ണം ഇമ്പോർട്ടൻ്റ്, ഷുവർ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഡിവൈസസും ഒന്ന് റൂട്ടിംഗ് അൽഗോരിതമാണ്. ഓക്കെ, പിന്നെ അതേപോലെ വേർഷൻ IPv4, IPv6ഉം ഇപ്പം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന ട്രാൻസ്പോർട്ട് ലെയർ സർവീസസിനെ കുറിച്ച് ചോദിക്കാം. കൺജങ്ഷൻ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ എപ്പോഴും ചോദിക്കാറുണ്ട്. മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിങ് ഒന്നിച്ച് essay ആയിട്ടും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്ലോ കൺട്രോളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക ട്രാൻസ്പോർട്ട് ലെയറിൽ. കൺജങ്ഷൻ കൺട്രോളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. കൺജങ്ഷൻ കൺട്രോളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പൺ ലൂപ്പ് കൺജങ്ഷൻ കൺട്രോൾ, ക്ലോസ് ലൂപ്പ് കൺജങ്ഷൻ കൺട്രോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുപോലെ മൾട്ടിപ്ലക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിങ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 4th യൂണിറ്റിൽ നിന്ന് ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. ഓക്കെ,
പിന്നെ 4th യൂണിറ്റിൽ നിന്ന് പിന്നെ അടുത്ത UDP TCP അതിൻ്റെ സെഗ്മെൻറ്റ് സർവീസസ് TCP കണക്ഷൻ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. TCPനെ കുറിച്ചുള്ള കാര്യങ്ങൾ TCPയുടെ ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. UDPനെ കമ്പയർ ചെയ്യുമ്പോൾ TCP കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കുറച്ച് ഇൻഡെപ്തായിട്ട് തന്നെ TCPയുടെ കാര്യങ്ങൾ പഠിക്കുക. UDP എന്താണെന്നെങ്കിലും അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അതുമാതിരി SCTP ഒക്കെ എന്താണെന്നെങ്കിലും ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അതേപോലെ അപ്ലിക്കേഷൻ ലെയറിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഡൊമൈൻ നെയിം സിസ്റ്റത്തിനെ കുറിച്ചാണ് എപ്പോഴും സ്ഥിരമായി ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതേപോലെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനെ കുറിച്ചും HTTP FTP ഇത് രണ്ടിനെക്കുറിച്ചും എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനാണ്. അത് 1 വേർഡ് ആയിക്കോട്ടെ 2 മാർക്ക് ആയിക്കോട്ടെ. അതേപോലെ യൂസർ ഏജൻറ്റ് ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. ഇതൊക്കെ 1 വേർഡ് സൈഡിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. റിമോട്ട് ലോഗിൻ ഇതൊക്കെ 1 വേർഡ് സൈഡിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നെറ്റ്വർക്ക് മാനേജറിലെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, ഫോൾട്ട് മാനേജ്മെൻറ്റ് ഈ സെക്ഷനൊക്കെ 1 വേർഡിനേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ അത് essay സൈഡിലും അവർ കൊണ്ടുപോയിടാം എളുപ്പം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ SNMPനെ കുറിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ SNMPയുടെയും ഈ ഫോൾട്ട് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സെക്ഷനിൽ ഇത് രണ്ടും essay ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. SNMP ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ്സ്, അതിനകത്ത് വല്ല ഡയഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ഇൻഡെപ്തായിട്ട് പഠിക്കാനല്ല പറയുന്നത്. ഈ സെക്ഷന് അത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല, എങ്കിലും ചിലപ്പോൾ ചോദിച്ചാലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ HTTP FTP അതുമാതിരി ഇലക്ട്രോണിക് മെയിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് വരില്ല. മെയിൽ സിസ്റ്റം ആർക്കിടെക്ചർ ചിലപ്പോൾ ചോദിക്കാം. 1-2 പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. പോപ്പും IMAP ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മെയിൽ സിസ്റ്റം ആർക്കിടെക്ചർ എന്നുള്ള സെക്ഷൻ നന്നായിട്ട് പഠിച്ചോളുക. അതുമാതിരി ഡൊമൈൻ നെയിം സിസ്റ്റം എന്നുള്ളത് നന്നായി പഠിക്കുക. എന്താണ് HTTPയുടെ വർക്ക്, എന്താണ് FTPയുടെ വർക്ക് എന്നുള്ളത് നന്നായി പഠിച്ചു വയ്ക്കുക. അതേപോലെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് തിയറിയാണ്. ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് വായിച്ചു പോവുക, ഒഴിവാക്കണ്ട. പിന്നെ ക്രിപ്റ്റോഗ്രാഫിയുടെ സെക്ഷനിൽ എന്താണ് ക്രിപ്റ്റോഗ്രാഫിയിൽ കുറേ 1 വേർഡ്സൊക്കെ ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻസ് ഫുള്ള് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ചോദിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗോൾസ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി വരാം. പിന്നെ ക്രിപ്റ്റോഗ്രാഫിനെ കുറിച്ചിട്ടുള്ള ഈ സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി ഈ സിമെട്രിക് essay ആയിട്ട് ചോദിക്കാറുണ്ട്, അസിമെട്രിക്കും essay ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് നോക്കുക. സെക്യൂരിറ്റി അറ്റാക്സിനെ കുറിച്ച് നന്നായി വായിച്ച് നോക്കുക. ജസ്റ്റ് തിയറി ഉണ്ടാവുള്ളൂ, അത് വായിച്ച് തന്നെ നോക്കുക. ഓക്കെ, പിന്നെ സിമെട്രിക്കും നന്നായി. അതുമാതിരി ഡിജിറ്റൽ സിഗ്നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇതിൽ RSA ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും ചോദിക്കാം. അസിമെട്രിക് ക്രിപ്റ്റോസ് ചോദിക്കുന്നതിന് പകരം RSA ക്രിപ്റ്റോ സിസ്റ്റം എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ നന്നായി വായിച്ച് നോക്കുക. പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇതിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടത് ഒന്ന് നെറ്റ്വർക്കിംഗ്, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ എഴുതാൻ അറിയണം. സെക്കൻഡ് വൺ നെറ്റ്വർക്ക് ടോപ്പോളജീസ്. തേർഡ് വൺ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഫോർത്ത് വൺ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 3. പിന്നെ ഫിഫ്ത്ത് വൺ OSI മോഡൽ, TCP/IP നെറ്റ്വർക്ക് മോഡൽ അല്ലെങ്കിൽ OSI മോഡൽ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലായല്ലോ. അതേപോലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്നതാണ് സ്വിച്ചിങ് ടെക്നിക്സ്, നെറ്റ്വർക്ക് സ്വിച്ചിങ് ടെക്നിക്സ്. ഇതാണ് ഫസ്റ്റ് യൂണിറ്റ്, ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. സെക്കൻഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ലൈൻ ഡിസിപ്ലിനും അതുമാതിരി ഫ്ലോ കൺട്രോളും എറർ കൺട്രോള്, പിന്നെ അതേപോലെ VRC, LRC, CRC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വാട്ട് ഈസ് അലോഹ, വാട്ട് ഈസ് MAC അതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കുക. പിന്നെ CSMA/CD CSMA/CA ഒക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക.
അതേപോലെ IEEE സ്റ്റാൻഡേർഡ്സ് ഓരോന്നും എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് നെറ്റ്വർക്ക് ലെയറിനകത്ത് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ അതേപോലെ എന്താണ് പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞത്, IPv4 IPv6 ഒക്കെ എത്ര ബിറ്റ്സാണ് ഉപയോഗിക്കുന്നത് നോക്കുക. പിന്നെ റൂട്ടിംഗ് അൽഗോരിതം ഒഴിവാക്കാതെ നന്നായിട്ട് പഠിക്കുക. റൂട്ടിംഗ് അൽഗോരിതത്തിൻ്റെ 2 ടൈപ്പ് ഓഫ് റൂട്ടിങ്ങും അത്രയും തറവായിട്ട് തന്നെ പഠിച്ചോളാം. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലെക്സിങ്, ഡീമൾട്ടിപ്ലെക്സിങ്, എൻക്യാപ്സുലേഷൻ സർവീസസ് ഉണ്ടല്ലോ, ആ സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. അതിൽ കൺജങ്ഷൻ കൺട്രോൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓപ്പണും ക്ലോസ്ഡ് കൺജങ്ഷൻ കൺട്രോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് SA സൈഡ് കണ്ടിട്ടുണ്ട്. അതുമാതിരി TCPയുടെ ഓരോന്നും, TCPയിൽ കുറേ സെക്ഷൻസ് ഉണ്ട്, സെഗ്മെൻറ്റ്, സർവീസസ്, കണക്ഷൻ. അപ്പോൾ ഇത് TCPയുടെ ഓരോ സെക്ഷനും വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കുക. അത് SA ആയിട്ട് ചോദിക്കാം. അതുമാതിരി UDPയും SCTPയും നോക്കിക്കോളുക, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക, സ്കിപ്പ് ചെയ്യണ്ട. അതേപോലെ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം, HTTP, FTP, മെയിൽ സിസ്റ്റം ആർക്കിടെക്ചർ, ഇതൊക്കെ നോക്കുക. അടുത്തത് എന്താ നോക്കേണ്ടത് വെച്ചെങ്കിൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അതേപോലെ SNMP ഒന്ന് നോക്കുക. പിന്നെ ഇതിനകത്ത് ഗോൾസ് ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നോക്കുക. സെക്യൂരിറ്റി അറ്റാക്സിനെ കുറിച്ചൊന്ന് വായിക്കുക. ക്രിപ്റ്റോഗ്രാഫിയിൽ സിമ്മട്രിക്കും അസിമ്മട്രിക് ക്രിപ്റ്റോഗ്രാഫി, അതും ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇത്രയും സെക്ഷൻസാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടത്. ഇതെല്ലാം വന്നോളന്നല്ല, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിക്കാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അനുസരിച്ച് പറഞ്ഞുതരാം. ഓക്കെ.